ഹായ് ഹലോ ഇറ്റ്സ് മീ രഞ്ജിറ്റി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ സീക്രട്ട് റിവീലിംഗ് വീഡിയോ എല്ലാവരും കണ്ടിട്ടെന്ന് തോന്നുന്നു. ഒരുപാട് പേര് അതിൽ കൺഗ്രാറ്റ്സിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്നതേ നമ്മൾ ആ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് തന്നെ എൻ്റെ 3 months ഓഫ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എൻ്റെ ഈ കോലം നിങ്ങൾ കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട, കാരണം എനിക്ക് ഭയങ്കര ജലദോഷവും ചുമയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ 3 months ഓഫ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എങ്ങനെയായിരുന്നു ആ 3 മാസം ഞാൻ സ്പെൻഡ് ചെയ്തെന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അങ്ങനെ ഇത് ഈ സ്റ്റാർട്ടിങ്ങിലത് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് 2 ലൈൻ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തിളങ്ങി കാണുന്ന രീതിക്കുള്ള ലൈനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞ സമയത്ത് സന്തോഷമുണ്ട്. പക്ഷേ എന്നാൽ ഇത് കൺഫേം ആക്കണമെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയാൽ മാത്രമാണല്ലോ കൺഫേം ആവുക. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അധികം നമ്മൾ എന്തായാലും ഡോക്ടറെ അടുത്ത് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു ഫോട്ടോ എടുത്തായിരുന്നു. ആ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇത് പ്രഗ്നൻ്റ് അല്ല, അത് കൺസീവ് അല്ലല്ലോ, ചെറിയ ലൈനാണല്ലോ, ഇതിങ്ങനെ നോർമലി ചിലർക്ക് വരാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ചെറിയൊരു വേദനയും ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ നമുക്ക് ബ്ലഡിലെ കൗണ്ട് നോക്കാം, ബ്ലഡിലെ കൗണ്ട് ഉണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡിലെ കൗണ്ട് നോക്കി. ആദ്യം കൗണ്ട് നോക്കിയപ്പോൾ അതായത് കൗണ്ട് ഉണ്ട്, പക്ഷേ കൗണ്ട് കുറവാണ്. അപ്പോൾ ഈ ടെസ്റ്റ് തന്നെ ഒരു 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2-3 തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ കൗണ്ട് നന്നായിട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ കൺഫേം ആണ്, കൺസീവ് ആണെന്നുള്ള കൺഫേം ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് ആ ഒരു സന്തോഷത്തിൽ നിന്നു. എന്നാലും നമുക്ക് സ്കാനിങ് എന്ന് പറയുന്ന ഒരു സംഭവം കഴിയാണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒക്കെ സ്കാനിങ്ങിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അറിഞ്ഞ സമയത്ത് സന്തോഷമായിരുന്നു, അതായത് കൺസീവ് ആണെന്ന് അറിഞ്ഞ സമയത്ത്. പക്ഷേ സ്കാനിങ്ങും കൂടെ കഴിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കാനിങ്ങും കൂടെ കഴിഞ്ഞാലേ പകുതി സമാധാനമാവൂ എന്നുള്ള ടെൻഷനിലായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഡോക്ടർ സ്കാനിങ്ങിന് എഴുതി തന്നു. അങ്ങനെ ഫസ്റ്റിലെ സ്കാനിങ് കഴിഞ്ഞു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും സ്കാനിങ്ങിൽ 7 ആഴ്ച കാണിക്കണം, പക്ഷേ 5 ആഴ്ചയുടെ വളർച്ചയെ സ്കാനിങ്ങിൽ കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്കൊന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കാം, അതിൽ ഗ്രോത്ത് വളർച്ച ഇൻക്രീസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ഒഴിവാക്കി കളയേണ്ടി വരും, അല്ലെങ്കിൽ ഒഴിവാകേണ്ടതാണെങ്കിൽ നോർമലി തന്നെ അത് ഒഴിവായി പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു സമയത്ത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എൻ്റെ പീരിയഡ്സ് എന്ന് പറയുന്ന സംഭവം റെഗുലർ അല്ല. എനിക്ക് PCOD കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, PCOD ഉള്ളതുകൊണ്ടും പീരിയഡ്സ് കറക്റ്റ് അല്ലാത്ത പ്രശ്നങ്ങളുണ്ടോ ആയിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ഇത് കളയേണ്ടി വരും എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ആ ഒരു അടുത്ത സ്കാനിങ് ഡേറ്റ് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അറിഞ്ഞ ഉടനെയുള്ള 2-3 ആഴ്ച പറയുകയാണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. തുടക്കമായതുകൊണ്ടായിരിക്കാം. പിന്നെ ടെൻഷൻ അടിച്ചുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ടെൻഷൻ കൊണ്ടുള്ള. അങ്ങനെ വീണ്ടും നമ്മൾ ആ ഒരു അടുത്ത സ്കാനിങ് ഡേറ്റിൽ ചെന്നു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. സ്കാനിങ്ങിൻ്റെ അവിടെ നിന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു, സ്കാനിങ്ങിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓക്കെ ആണ് കേട്ടോ മോളെ എന്ന് പറഞ്ഞു. എന്നാലും നമ്മളെ ഗൈനക്കും കൂടെ കൺഫേം ആക്കി പറയുമ്പോഴല്ലേ നമുക്കൊരു 100% ഷുവർ ആവുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ കൺഫേം ആക്കി ആ ഒരു സംഭവം പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് എനിക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്ന സംഭവം തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഒരു എന്താ പറയുക, നമ്മളൊരു അമ്മയാവാൻ പോകുമ്പോഴുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ള, ഇപ്പോൾ BEdന് പഠിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ചേച്ചിമാരായാലും പലരും പറഞ്ഞിട്ട് അവരുടെ കഥകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആ ഒരു സംഭവം നമ്മളെ മൈൻഡിൽ. അപ്പോൾ എനിക്ക് ഓൾറെഡി ടെൻഷനുണ്ട്, കാരണം എനിക്ക് പീരീഡ്സിൻ്റെ പെയിൻ പോലും സഹിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. ഇനി വരാൻ പോകുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയും വരാൻ പോകുന്നത് അപ്പോൾ ഫേസ് ചെയ്താൽ പോരെ, ഇപ്പോഴേ ആലോചിക്കണം എന്നൊക്കെ പറയും. പക്ഷേ പീരീഡ്സിന് 2 ദിവസം പോലും ഞാൻ കിടക്കുന്ന ആളാണ്, ആ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും പെയിനും സഹിക്കാൻ പറ്റുമോ, എങ്ങനെ ഞാനിതൊക്കെ എന്താ പറയുക തരണം ചെയ്യുന്നുള്ള ആലോചനകളായിരുന്നു എൻ്റെ മനസ്സിൽ ഫുള്ള്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ക്ഷീണമായി. അതിൻ്റെ ഇടയിൽ തലമിന്നൽ 2-3 പ്രാവശ്യം തലമിന്ന് വീഴാൻ പോയി വീട്ടിൽ നിന്ന്. അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണം, എപ്പോഴും കിടക്കാൻ തന്നെ തോന്നുക. അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ പറഞ്ഞാൽ എല്ലാവരും ചോദിക്കൽ തുടങ്ങി ഛർദിയില്ലേ. പക്ഷെ അപ്പോൾ തുടക്കത്തിലൊന്നും എനിക്കങ്ങനെ ഛർദിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ടെൻഡൻസി ഛർദിൽ മാറിയിട്ട് ഛർദിലില്ല, പക്ഷെ അതിന് പകരം ഓക്കാനം വരാൻ തുടങ്ങി. അപ്പോൾ ഓക്കാനം വരുന്ന കാര്യം ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്ര നല്ല കാര്യമല്ല, കാരണം
വയറിന് സ്ട്രെയിൻ വരുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുവിധം ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഓക്കാനിക്കാൻ വരുമ്പോൾ കൺട്രോൾ ചെയ്ത് പിടിക്കും. എത്ര കൺട്രോൾ ചെയ്താലും നമുക്കത് വരുമല്ലോ. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഓക്കാനിക്കുന്ന സമയത്ത് ഛർദ്ദിക്കില്ല, പക്ഷെ നമുക്കറിയാണ്ട് യൂറിൻ പോകാൻ തുടങ്ങി. അപ്പം ഞാനത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നോർമലി നമുക്ക് ഉണ്ടാവും, ചിലപ്പോൾ യൂട്രസ് താഴുന്ന സമയത്ത് സ്ട്രെയിൻ വരുന്നത് കൊണ്ടാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. അതിന് കൂടിക്കൂടി വരും. പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്രമൊഴിക്കണം, അത് കൺട്രോൾ ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചാൽ കഴിയില്ല, പോവും അറിയാതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ക്ഷീണം വന്നൊരു സമയത്ത് എത്രത്തോളം കരിക്കുകൾ ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു നിന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ, എൻ്റെ വീട്ടിൽ നിന്ന സമയത്തായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അച്ഛടും അവിടെ നിന്ന് അച്ഛൻ ഇങ്ങോട്ട് കൊടുത്തയക്കും, അങ്ങനെ ഒരുപാട് കരിക്കുകൾ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ പറയാൻ തുടങ്ങി കരിക്ക് വല്ലാണ്ട് കഴിക്കാൻ പാടില്ല, ഫ്ലൂയിഡ് കൂടും യൂട്രസിൽ, അപ്പോൾ കരിക്ക് കുറച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കരിക്ക് നന്നായിട്ട് കഴിക്കാമെന്നുള്ളത്. അപ്പോൾ ആ കരിക്ക് കുടിക്കുന്ന സമയത്ത് മാത്രം ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഒരു ഒരു എനർജി ഡ്രിങ്ക് മാതിരിയായിരുന്നു കരിക്ക് കുടിക്കുന്ന സമയത്ത്. പിന്നെ ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നു പാല്. എത്ര കിട്ടിയാലും ഞാൻ കുടിക്കായിരുന്നു, പക്ഷേ ആ പാല് കിട്ടിയാൽ പോലും പലപ്പോഴും ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. പാല് കുടിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഫസ്റ്റിലെ 2 മന്ത് പാല് എന്ന് പറയുന്ന സാധനം ഞാൻ പാടെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് ഞാൻ നല്ല ക്വാണ്ടിറ്റി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഇപ്പോൾ രാവിലെ ആയാലും ഒരു 11:30 ആകുമ്പോൾ കഞ്ഞി കുടിക്കുമ്പോൾ സമയമായാലും ഉച്ചയ്ക്ക് ചോറുന്ന സമയമായാലും വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന സമയമായാലും കഴിക്കുന്ന സമയത്ത് നല്ലോണം കഴിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അതായതിനു ശേഷം എനിക്ക് അങ്ങനെ ഒറ്റയടിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാൻ കഴിയാണ്ടായി. മാത്രമല്ല ഇപ്പോൾ രാവിലെ കഴിച്ചാൽ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 2 മണിക്കൂർ ഇടവിട്ട് കുറച്ചീച്ച ഭക്ഷണം കഴിക്കണം, ഒറ്റയടിക്ക് എല്ലാം കൂടെ വാരി അകത്താക്കരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഉള്ളിൽ ഒരാളും കൂടെ വളർന്നു വരികയാണ്, അയാൾക്കുള്ള ഭക്ഷണം കൂടിയാണ്, അതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നൊരു മാറ്റമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് നല്ലോണം വിശപ്പ് കൂടി. ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്, അറിഞ്ഞ തുടക്കത്തിലുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ രാത്രി എത്ര ഭക്ഷണം കഴിച്ച് കിടന്നാലും രാത്രി ഒരു 12:30-1 മണിയാവുമ്പോൾ ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ബെന്നും ബ്രെഡും ബിസ്ക്കറ്റും ഇതിവിടെ സ്റ്റോക്ക് വെക്കലായിരുന്നു, അത് കൂട്ടി കഴിക്കാൻ തുടങ്ങി. അതായത് അത്രയും വിശപ്പായിരുന്നു. ഇപ്പോൾ എത്ര വട്ടം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ അറിയില്ല. ഭക്ഷണം കഴിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കഴിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഛർദ്ദിക്കും. എന്നാലും ഞാൻ നന്നായിട്ട് കഞ്ഞിവെള്ളം മോരൊഴിച്ചും അതുപോലെ ഈ പറയുന്ന ഇളനീര്, കഞ്ഞി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ അളവും ഭയങ്കരമായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും കഴിച്ചതുമായിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് പേരയ്ക്കായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ, നമ്മുടെ നാടൻ പേരയ്ക്കല്ല, അല്ലാണ്ട് വലിയൊരു പേരയ്ക്ക ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് എത്ര കഴിച്ചാലും ഛർദ്ദിക്കില്ലായിരുന്നു. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഫുഡ് ഐറ്റംസ് ഇപ്പോഴും അത് തന്നെ കേട്ടോ, കാവുത്ത്, ചക്ക, അതുപോലെ നമ്മുടെ പടുകൂട്ടാൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ 2 കഴിഞ്ഞ് 3-ാം മാസത്തിലേക്ക് കിടന്നപ്പോഴേക്കും 3-ാം മാസത്തിൽ ക്ഷീണം കാര്യങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി. എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്കൊക്കെ വരലുണ്ട്, എന്നാലും ആദ്യത്തെ 2 മാസത്തെ അപേക്ഷിച്ച് ക്ഷീണം കാര്യങ്ങളും കുറഞ്ഞു. പക്ഷേ അപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വിശപ്പിൻ്റെ വിളി കൂടി വന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി കൂടി വന്നു. തീരെ കൺട്രോൾ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എപ്പോഴും വെള്ളം നന്നായിട്ട് കുടിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് തന്നെ മൂത്രത്തിൻ്റെ അളവ് ഇരട്ടിയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ വീട്ടിലായിരുന്നു. കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിലാകുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്, ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ക്ഷീണം തലകർക്കൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ലല്ലോ. ഇവിടെയാണെങ്കിൽ ചേച്ചി പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ അമ്മ ലീവൊക്കെ എടുത്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ തന്നെ പക്ഷേ എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഭയങ്കര ഫീൽ, ഹസ്ബൻഡിനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമോഷണലി ചില ദിവസം 2-3 ദിവസങ്ങളിൽ ഉറക്കം വരാണ്ട് കുറേ കരഞ്ഞിരുന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ചിലർക്ക് നമുക്ക് ആ ഒരു സമയത്ത് ഹസ്ബൻഡുമായിട്ട് ഭയങ്കരമായിട്ട് അത്രയും അടുത്ത് നിൽക്കേണ്ട ചില ടൈമുകളായിരിക്കും ചിലരുടെ കേസിൽ കേട്ടോ. ചിലർക്ക് പറയുന്ന കേൾക്കാം തീരെ ഹസ്ബൻഡിൻ്റെ മണം പറ്റില്ല, അത് പറ്റില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹസ്ബൻഡിനെ മിസ് ചെയ്തിട്ടുള്ളൊരു സമയമായിരുന്നു കേട്ടോ. ആ സമയം എന്ന് പറയുന്നത് കുറച്ച് ദിവസമേ ഉള്ളൂ, വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടും കുറച്ച് ദൂരേ ഉള്ളൂ, വരാറുണ്ട്, കാണാറുണ്ട്. എന്നിരുന്നാൽ പോലും ആ കൂടെയുള്ളൊരു പ്രസൻസ് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3-ാം മാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആ 3-ാം മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കരമായിട്ടുള്ള സന്തോഷം തന്നിട്ടുള്ളൊരു മാസമാണ് 3-ാം മാസം എന്ന് വേണമെങ്കിൽ പറയാം.
കാരണം കയ്യിൽ വിരലുകൾ എണ്ണി ഇങ്ങനെ കാത്തിരുന്ന ദിവസമായിരുന്നു 3-ാം മാസത്തെ സ്കാനിങ്ങിനെന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കുട്ടിയുടെ ഹേർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നത് 3-ാം മാസത്തിലെ സ്കാനിങ്ങിനാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തി ആ സ്കാനിങ് സെൻറ്ററിൽ കയറി നമുക്ക് പരിശോധനയൊക്കെ തുടങ്ങി ആ ഒരു എന്താ പറയുക, കുഞ്ഞാപ്പിയുടെ ഹൃദയമിടിപ്പ് കേൾക്കണ ആ ഒരു സമയത്ത് എന്തോ ഒരു വല്ലാത്തൊരു എന്ത് ഫീലാന്ന് പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. അത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞവർക്ക് അമ്മമാർക്ക് ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയായിരിക്കും. വല്ലാത്തൊരു ഇവിടെ നിന്ന് ഇങ്ങനെ അടിവയറ്റുന്ന മേലേക്കൂടെ ഒരു സാധനം ഇങ്ങനെ കയറി വരുന്ന ഒരു ഫീലായിരുന്നു 2 പേർക്കും കേട്ടോ. ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഏട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഭയങ്കര സന്തോഷം, എന്താ അറിഞ്ഞൂടെ എനിക്ക് എന്തൊക്കെയോ ഒരു ഫീല് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും മറക്കാൻ പറ്റാത്ത പ്രഗ്നൻസിയിലെ ഒരു മന്താണ് 3-ാം മാസം കേട്ടോ. ഇന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഛർദി ഇല്ലാത്ത ഞാൻ ഛർദിക്കൽ തുടങ്ങിയത് ഈ ഒരു 3-ാം മാസത്തിലാണ് കേട്ടോ. എപ്പോഴൊന്നുമില്ല, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 1-2 തവണയൊക്കെ ഛർദിക്കും, ചില ദിവസങ്ങളിൽ ഒരു പ്രശ്നവുമില്ല. ഒരു ദിവസം ഛർദിച്ചാൽ അന്ന് ദിവസം 1-2 ഛർദിയിലേറെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ അത് കുറഞ്ഞു. ഇപ്പോൾ അത് 4-ാം മാസമാണ്. 4-ാം മാസം ആയപ്പോഴേക്ക് വന്ന മാറ്റം, 4-ാം മാസം കഴിഞ്ഞിട്ടില്ല, 4-ാം മാസം തുടക്കമാണ്. 4-ാം മാസം ആയപ്പോഴേക്ക് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ എനിക്ക് കുറേ നേരം ഇരിക്കുമ്പോൾ ബാക്ക് പെയിൻ ചെറുതായിട്ട് വരൽ തുടങ്ങി. പിന്നെ കാലിന് ചെറിയ രീതിക്ക് നീരുകളൊക്കെ, അതായത് കുറേ നേരം നിൽക്കുക കാല് തൂക്കിയിട്ട് വയ്ക്കുമ്പോഴൊക്കെ ചെറിയ രീതിക്ക് നീരുകളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഉണ്ടായിട്ടുള്ള എന്താ വെച്ചാൽ ഇതേ ഈ കഴുത്തിലും മേലും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് കുരുകൾ, നമ്മുടെ മുഖക്കുരു അല്ലാണ്ടുള്ള കാരയൊക്കെ പോലെയുള്ള കുരുകൾ ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ അത് എൻ്റെ ചുണ്ട് നന്നായിട്ട് കറുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു പ്രഗ്നൻറ്റ് ടൈമിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ, ഇതൊക്കെ ഇവിടെ വന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. പലർക്കും പല രീതിയിലാവും, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തവരുണ്ടായിരിക്കും, പ്രശ്നങ്ങൾ ഒരുപാടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള ഒരു ജേണിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.